Good afternoon. Good afternoon, sir. എന്താണ് നമ്മുടെ ക്ലാസ് സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. ഓൺലി 33 എന്ന് പറഞ്ഞാൽ എന്നെയും കൂട്ടിട്ടോ ഒറിജിനൽ ക്ലാസ് വന്നോണ്ടിരിക്കുക സാർ. ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് പോലെ തന്നെ അല്ലേ? രാവിലെ ക്ലാസ് വന്ന് അവിടെ 9:00 നിൽക്കുമ്പോഴും ഇതുപോലെ ആണല്ലോ ഉണ്ടായിരുന്നത്. 9:45, 9:50. ഏതായിരുന്നു തൊട്ട് മുമ്പ് ക്ലാസ്? എലക്റ്റീവ് ആയിരുന്നു. ഓട്ടോമൊബൈൽ അല്ലേ? ഓട്ടോമൊബൈലും മറ്റേ മെയിൻ്റനൻസും സപ്ലൈ ചെയിൻ എയറോസ്പേസ്. ഓക്കെ ഓക്കെ ഓക്കെ. Okay, let us end up the module 4 today. സ്ലൈഡ് ഷെയർ ചെയ്തത് കാണാവോ? കാണാം. ഒരു ടോപ്പിക് കൂടെ ഉണ്ട് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂളിലെ ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. That is isothermal flow with friction. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ ഫാൻ ഓഫ് ഫ്ലോയുടെ കേസിൽ പറഞ്ഞ പോലെയുള്ള ഡിസ്കഷൻസ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഒരു എലിമെന്ററി ഐഡിയ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഈ കേസ് എന്നുള്ളത് പറയാം. പിന്നെ നമ്മൾ ഫാനോ ഇക്വേഷൻ അല്ല, ഫാനോയുടെ പ്രോസസ്സ് നമ്മൾ represent ചെയ്ത പോലെ we can also represent the isothermal flow friction on a temperature entropy or a enthalpy entropy line. ആ റെപ്രസെന്റേഷൻ അതിന്റെ അവിടെയുള്ള പ്രോസസ്സ് അത്രയും കാര്യങ്ങൾ അപ്പൊ അതിന്റെ അപ്പുറത്തോട്ട് ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഇൻ കേസ് പറയാൻ പറ്റത്തില്ല, വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം അറ്റംപ്റ്റ് ചെയ്യാൻ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഐസോതെർമൽ ഫ്ലോയുടെ വരുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് ഇന്ന് എന്റെ സെറ്റപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ ട്യൂട്ടോറിയലിൽ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആക്ച്വലി അത് ഐസോതെർമൽ ഫ്ലോ ആണ്. ഞാനത് അഡയബാറ്റിക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസ്കഷനിലോട്ട് വരാം. അപ്പൊ എന്താണ് ഫാനോ ഫ്ലോ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു നിർത്തിയ കേസ് എന്താണ്? വാട്ട് ഈസ് ഫാനോ ഫ്ലോ? Adiabatic flow with friction. Adiabatic flow with friction. അപ്പോൾ നമ്മൾ നോർമൽ ഐഡിയൽ ഫ്ലോ കേസ് എടുക്കുകയാണെങ്കിൽ when we discuss the isentropic flow, the effect of friction was neglected there. And when we discussed isentropic flow, what I told is we can approximate the actual flow to ideal flow only when we consider very short ducts like nozzles and diffusers. അപ്പോൾ അതിന്റെ വളരെ ചെറിയ ഡക്ട്സ് ആകുമ്പോൾ the effect of friction will be very ലെങ്ത് ചെറുതായത് കാരണം ഫ്രിക്ഷന്റെ എഫക്ട് നമുക്ക് വേണം നെഗ്ലക്ട് ചെയ്യാം. സോ ദാറ്റ് ദി ആക്ച്വൽ ഫ്ലോ യു ക്യാൻ അപ്രോക്സിമേറ്റ് ടു an isentropic flow. But when we discuss the flow through pipelines, കുറച്ചുകൂടി ലാർജർ അല്ലെ ലോങ്ങർ പൈപ്പ്ലൈൻസ് നമ്മൾ എടുക്കുമ്പോൾ ഫ്രിക്ഷൻ ഈസ് നോട്ട് നെഗ്ലിജിബിൾ. അപ്പോൾ ആ ഫ്രിക്ഷന്റെ എഫക്ട് ഫ്ലോയിൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫാനോ ഫ്ലോ കേസ് എന്ന് പറയുന്നത് വൺ പെർട്ടിക്കുലർ കേസ് ഓഫ് ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ. ആ കേസ് പറയുന്നതാണ് അഡയബാറ്റിക് ഫ്ലോ ത്രൂ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് വിത്ത് ഫ്രിക്ഷൻ. ഫ്ലോ അഡയബാറ്റിക് ആണ്. വാട്ട് ഡു യു മീൻ ബൈ അഡയബാറ്റിക്? Adiabatic means the duct is insulated. There is no heat transfer, heat exchange between the system and the surrounding. അപ്പോൾ അത് അകത്തോട്ട് വെളിയിലോട്ടും ഹീറ്റ് ഇല്ല. The duct you can say it is well insulated case. അപ്പോൾ അതാണ് ഫാനോ ഫ്ലോയുടെ കേസ് എന്ന് പറയുന്നത്, ഫാനോ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നൗ ഐസോതെർമൽ ഫ്ലോ വരുമ്പോൾ
നോർമലി നമ്മൾ പൈപ്പ്ലൈൻസിന്റെ കേസ് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ലോങ്ങർ പൈപ്പ്ലൈൻസ് എന്ന് പറയും. പക്ഷേ നോർമലി നമ്മൾ വെൻ വി കൺസിഡർ എക്സ്ട്രീംലി ലോങ് പൈപ്പ്ലൈൻസ് ജസ്റ്റ് ലൈക്ക് നാച്ചുറൽ ഗ്യാസ്, നമ്മൾ ഈ ഗ്യാസ് പൈപ്പ്ലൈൻസ് ഉണ്ടല്ലോ, നാച്ചുറൽ ഗ്യാസിന്റെ പൈപ്പ്ലൈൻസ് ഭൂമിക്കടി കുളിച്ചിട്ടേക്കുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള ആ ഇതിന്റെ കേസ് അതെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പൈപ്പ്ലൈൻസ് ആർ വെരി 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 ലോങ്, എക്സ്ട്രീംലി ലോങ്. സോ ഇൻ സച്ച് കേസസ് we cannot say the process is adiabatic. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് അഡയാബാറ്റിക് പ്രോസസ് എന്നുള്ളത് തന്നെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും there will be exchange between, അപ്പൊ ആ പൈപ്പ്ലൈൻ that will not be insulated and there will be always contact between the system and the surrounding environment. എന്താണോ ആ എൻവയോൺമെന്റ് ടെമ്പറേച്ചറിലോട്ടാണ് അതിന്റെ അകത്തുള്ള ഗ്യാസിന്റെ ടെമ്പറേച്ചർ ഇക്വിലിബ്രിയത്തിലോട്ട് വരിക. So there will be exchange of heat between the system and the surroundings in such cases. When we discuss the very very long pipeline, that's just for example is natural gas pipelines which are buried under the earth. അപ്പൊ അങ്ങനത്തെ കേസിൽ ഐസോതെർമൽ കണ്ടീഷൻ, അപ്പൊ ഈ ഇതിന്റെ അകത്ത് ഡെവലപ്പ് ആവുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ആ പുറത്ത് എന്താണോ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ടെമ്പറേച്ചറിൽ ആ ടെമ്പറേച്ചറിലോട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടി there will be the gas will exchange heat so that always the gas temperature, gas in the static temperature will remain constant. While the static temperature constant ആയിരിക്കും, but at the same time the stagnation temperature will change. എന്തുകൊണ്ടാണ് stagnation temperature change എന്ന് പറയുന്നത്? Because there is flow velocity change വരുന്നുണ്ട്, friction ഉണ്ട്. So since friction is there, that will change the velocity of flow. അപ്പോൾ flow velocity മാറുന്നുണ്ട്. Static temperature constant ആണെങ്കിലും you know the relation between static and stagnation. So if even though the static temperature is constant, since velocity is changing, you can say the stagnation temperature will vary. അപ്പോൾ ആക്ച്വലി ഐസോതെർമൽ ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ എന്ന് പറയുന്ന രണ്ട് കേസസ് അവിടെ വരുന്നുണ്ട്. ഒന്ന് ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷന്റെ എഫക്ട് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ദർ ഈസ് ഇൻവോൾവ്മെന്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ഹീറ്റ് സോഴ്സോ അങ്ങനെ ആഡ് ചെയ്യുന്ന ഹീറ്റ് അല്ല. ഇതിന്റെ അകത്തെ ഈ ഗ്യാസ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഗ്യാസ്, വാട്ട് എവർ ദ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ടു ദ പൈപ്പ്ലൈൻ, ദാറ്റ് വിൽ എക്സ്ചേഞ്ച് ഹീറ്റ് വിത്ത് ദി സറൗണ്ടിങ് സോ ദാറ്റ് it will finally come to an equilibrium temperature with the environment. അപ്പോൾ പുറത്തെ ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചറിലോട്ട് വരുന്നത്. പക്ഷേ പൈപ്പ്ലൈൻസ് ഇൻസുലേറ്റഡ് ആവണമെന്നൊന്നുമില്ല. So there will be exchange of heat between the system and surrounding so that the gas will attain a uniform temperature or a constant temperature throughout the flow. അപ്പോൾ ആ ഒരു കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ആ ടൈപ്പിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നതുകൊണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ we can call such flow as isothermal flow. It is not adiabatic flow. അപ്പോൾ ഈ അങ്ങനെയുള്ള പെർട്ടിക്കുലർ കേസസ് എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ ഫ്ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, അറ്റ് ദ സെയിം ടൈം ഫ്രിക്ഷൻ ഈസ് ദെയർ. സോ ദാറ്റ് എഫക്ട് ബോത്ത് വി ആർ കൺസിഡറിംഗ് ദി എഫക്ട് ഓഫ് ഫ്രിക്ഷൻ ആസ് വെൽ ആസ് ഹീറ്റ് എക്സ്ചേഞ്ച് വിത്ത് സറൗണ്ടിങ്സ്. അപ്പോൾ അതാ വരുന്നത്. പിന്നെ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നമുക്ക് പറയാൻ പറ്റുക? വാട്ട് അബൌട്ട് ദി ഡെൻസിറ്റി? What about the viscosity of the fluid? Temperature constant ആണ്. So the fluid temperature, if the static temperature of the fluid is constant, we can say the viscosity will be constant. Viscosity constant ആണെന്നുണ്ടെങ്കിൽ we can say that for that particular fluid the Reynolds number will be a constant. കാരണം Reynolds number viscosity നമ്മുടെ relation എന്താണ്? Is there a relation between Reynolds number and viscosity? Rho Vd by mu. അപ്പോൾ അവിടെ വിസ്കോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ RE കാരണം റോ ഡെൻസിറ്റി, ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ് VD. സോ ഫോർ ദാറ്റ് ഫ്ലൂയിഡ് ദ വിസ്കോസിറ്റി വിൽ ബി എ കോൺസ്റ്റന്റ്. വിസ്കോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ Reynolds number will be a constant. Reynolds number ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഫ്രിക്ഷൻ ഫാക്ടർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? For a given velocity, the viscosity will be constant. So if velocity is constant, what about the Reynolds number? That will be a constant. And Reynolds number constant ആണെങ്കിൽ what about friction factor? നമ്മൾ പഠിച്ചിട്ടുണ്ട്. Friction factor, friction coefficient F/64 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. F/64/RE അല്ലേ? Friction factor equal to 64/RE എന്നൊരു റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ 16/RE. or friction coefficient equal to 16/RE or friction factor angle 64/RE. This relation you have studied in fluid mechanics. So when the Reynolds number is constant, the friction factor is a constant. So that means in isothermal flow with friction,
the friction factor is a constant. നമ്മൾ നേരത്തെ നമ്മൾ fan of flow പറയുമ്പോൾ അവിടെ F എന്ന് പറയുന്ന actually it is average friction factor ആണ്. കാരണം Reynolds number velocity Reynolds viscosity constant അല്ല, so the Reynolds number will be changing. കാരണം static temperature different ആണ് fan of flow യിൽ. അപ്പോൾ അവിടെ temperature static temperature different ആണെങ്കിൽ flow viscosity will be different. If flow viscosity of the fluid is different means the Reynolds number will change. Reynolds number change ആണെങ്കിൽ friction factor ഓരോ friction place location friction factor value different ആയിരിക്കും. So that there we actually use the average friction factor. അതാണ് നമ്മൾ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ പറയുമ്പോൾ average friction coefficient അല്ലെങ്കിൽ average friction factor എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. But when we consider the isothermal flow with friction, what we have is friction factor is constant, because friction factor constant ആകാൻ കാരണം എന്താണ്? Reynolds number is constant. Why Reynolds number is constant? Flow viscosity is a constant because static temperature is always remains constant. So isothermal flow with friction എന്ന് പറയുന്നത് actually we will account the heat transfer as well as friction. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ബേസിക്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ സ്ലൈഡിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സ്ലൈഡിലുള്ളത്. You can read later. So when we so this is what we can say. Friction coefficient what I told already. The assumptions of വരുമ്പോൾ isothermal flow with friction കേസിൽ നമ്മൾ നേരത്തെ fan of flow യിൽ വരുന്ന assumptions ഒക്കെ തന്നെയാണ്. എന്താണ്? ഇവിടെ temperature constant ആണ്, static temperature constant ആണ്. So we will assume that the gas is a perfect gas. Then again we will consider the constant diameter duct and body forces. We are neglecting, and also we are considering steady one-dimensional flow, and the flow is not adiabatic, it is diabatic. That means there is exchange of heat. Diabatic. ഇതാണ് ഒരു isothermal flow with friction വരുന്ന കേസിൽ നമ്മൾ assume ചെയ്യുന്ന assumption. ഇത് തന്നെയാണ് fan of flow assumption except the last one. Last one എന്തായിരുന്നു? Fan of flow കേസിൽ last assumption എന്ന് പറയുന്നത് it is adiabatic. Here it is diabatic. So that is the difference between isothermal flow with friction and adiabatic flow with friction. അപ്പോൾ ഇതിന്റെ അകത്ത് ഇനി ഒരു കാര്യം കൂടി പറയാം. So this is the നമുക്ക് നോട്ട് ചെയ്യാം. So we have in the case of fan of flow we have represented that fan of process on a temperature entropy or അല്ലെങ്കിൽ enthalpy entropy plane നമ്മൾ ഒപ്ഷൻ ചെയ്തായിരുന്നു. So similarly you can have a temperature entropy plot for a isothermal process. ഇതിൽ ഈ ഡയഗ്രത്തിൽ ഇവിടെ ഓറഞ്ച് ലൈൻ ഡോട്ടഡ് ലൈൻ ഇതാണ് ആക്ച്വലി എന്ത് ഇതിന്റെ ഐസോതെർമൽ ലൈൻ എന്ന് പറയുന്നത്. കാരണം ടെമ്പറേച്ചർ ആണ് ഇവിടെ y ആക്സിസിൽ പ്ലോട്ട് ചെയ്തേക്കുന്നത്. സോ ദിസ് ലൈൻ റെപ്രസെന്റ്സ് ദി ഐസോതെർമൽ ലൈൻ, ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ലൈനാണ്. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആക്ച്വലി എന്താണ്? വിൽ വാരി ബിക്കോസ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഡിഫറെന്റ് ആണ്. അത് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയാലും TO വിൽ വാരി because there is heating and cooling. Now ഇതിന്റെ നമ്മുടെ fan of process അവിടെ ലിമിറ്റിംഗ് പോയിന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. The limiting point where the process whether it is heating or cooling will take the process. അവിടെ എന്തായിരുന്നു? All in both the cases we have the limiting point as m equal to 1 ആയിരുന്നു fan ആണ്. Here the limiting point we have m equal to 1/root of gamma. ഈ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ഈ fan ഇതിന്റെ ഇത് പ്രൂഫും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഇതിന്റെ ഇക്വേഷൻസ് ഒന്നും ഇവിടെ സിലബസിൽ പറയുന്നില്ല. അതുകൊണ്ട് അത് അങ്ങനെയുള്ള ഡീറ്റെയിൽസിലോട്ട് നിങ്ങൾ പോകണ്ട. ജസ്റ്റ് ഈ എന്താണ് ഐസോതെർമൽ പ്രോസസ് ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ എന്നുള്ളത് ഈ ഡയഗ്രാം മനസ്സിലാക്കി വെക്കുക. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഈ ഡോട്ടഡ് ലൈൻ താഴെ കാണിക്കുന്നതാണ് ഐസോതെർമൽ ലൈൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. സോ വി ഹാവ് ദി ലിമിറ്റിംഗ് പോയിന്റ് ഹിയർ ആസ് ദ ലിമിറ്റിംഗ് പോയിന്റ്. ലിമിറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് സൈഡും കാണിച്ചിട്ടുണ്ട്. ഫ്രിക്ഷന്റെ പ്രോസസ് ആണ്. ഫ്രിക്ഷൻ വിൽ accelerate. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ friction will accelerate and towards the limiting point, and here also it will decelerate for m equal to 1/root gamma. We have flow the process is directing towards the limiting point, and the limiting point we have here as m/1/root of gamma. പിന്നെ ഗ്രീൻ ലൈൻസ് കാണിച്ചിരിക്കുന്നത് അതിന്റെ പ്രഷർ ലൈൻസ് ആണ്. ജസ്റ്റ് അതിന്റെ TS ഡയഗ്രത്തിന്റെ പ്രഷർ ലൈൻസ് സൂപ്പർപോസ് ചെയ്യുന്നേ ഉള്ളൂ. സോ ദീസ് representation of the isothermal flow process on a TS diagram. So that you just go through it.
So these are the governing equations, or the fundamental equations that are used to derive the relations in a isothermal flow. This already discussed continuity equation, equation of state, energy equation, momentum equation. So we can use these equations, these fundamental equations, to derive the basic relations in isothermal process. The derivations part നിങ്ങൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ സൈഡിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഐസോതെർമലിന്റെ കേസിൽ പഠിക്കുക, ഈ കൂടുതൽ ആവശ്യമില്ല. And here you know this continuity equation. Continuity equation എന്ന് പറയുന്നത് എന്താണ്? M equal to rho AC ആണ്. M equal to rho AC ൽ rho A is in our isothermal flow assumption, area is constant, so we can say rho C, which is called G. G എന്ന് പറയുന്നത് എന്താണ്? Mass density. So mass density is a constant. So this we can differentiate and will write like this: d rho by rho equal to minus Pc by C. Differentiate this system. Similarly, from the first law of thermodynamics, we have the delta Q. Heat exchange വരുന്നുണ്ട്. അതായത് isothermal process heat exchange വരുന്നുണ്ട്. So that heat exchange that is equal to dH naught. dH naught എന്ന് പറയുന്നത് എന്താണ്? Change in stagnation enthalpy. So that difference you should note here between the isothermal process flow and the adiabatic flow. That means isothermal heat transfer and the fan of flow. That means when we consider the fan of flow, what we have is HO1 and HO2 constant. Fan of flow is adiabatic flow. Stagnation temperature is constant. But in isothermal flow, we have exchange of heat between the system and surrounding, so that this delta Q, that heat exchange, is equal to change in stagnation enthalpy. Then another third one is equation state, which is P equal to rho RT. So this you can differentiate to get the differential form as dP by P equal to d rho by rho. P equal to rho RT temperature constant ആണ്. Isothermal flow il temperature constant ആണ്, static temperature constant ആണ്. So that pressure and rho, these two are the variables. So if you differentiate this equation P equal to rho RT, you can write that differential equation of equation state as dP by P equal to 0 by rho. Then the momentum equation, ഇതിന്റെ ഫൈനൽ എക്സ്പ്രഷൻ മാത്രം ജസ്റ്റ് ഞാൻ അവിടെ ഇട്ടതേ ഉള്ളൂ. ഇതിന്റെ ഡെറിവേഷൻസ് ഒന്നും തന്നെ നിങ്ങൾ പഠിക്കണ്ട. ഇത് ഇട്ടത് വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് ഇതിന്റെ ലിമിറ്റിംഗ് പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഡയഗ്രത്തില് ഒരു ലിമിറ്റിംഗ് പോയിന്റ് കേസ് ഞാൻ പറഞ്ഞത് M equal to 1 by root of gamma ആണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ലിമിറ്റിംഗ് അതിന്റെ ചോക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ വരുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഇക്വേഷൻ ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക നിങ്ങൾ. സോ ദാറ്റ് പ്രഷർ ചേഞ്ച്, നമ്മളിവിടെ പ്രഷർ ചേഞ്ച് എന്ന് പറയാൻ കാരണം ഇവിടെ ആക്സിലറേഷനും ഡീസിലറേഷനും പറയുന്നുണ്ട്. ഫ്രിക്ഷൻ വിൽ ആക്സിലറേറ്റ് ആൻഡ് ഡീസിലറേറ്റ് ഫ്ലോ, but the effect of heat transfer is there. Since the effect of heat transfer is there, the flow is isothermal. So that dP by P, for such case we can, within the momentum equation, it is simplified. But finally what we get is minus gamma m square by 2 into 1 by gamma m square 4f by d by 4f into dx by d. Differential formula momentum equation ആണത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു that momentum equation we can use to define this limiting case of the isothermal process. ഇവിടെ നോക്കുക, ഇവിടെ ഈ ഡയഗ്രത്തില് താഴെയുള്ള horizontal line എന്ന് പറയുന്നത് isothermal line ആണ്, നേരത്തെ ഞാൻ പറഞ്ഞു. And this curved line represents the stagnation temperature line. So that the process heating and cooling you have mentioned here. Heating means that will increase the temperature, cooling stagnation temperature will decrease. And the acceleration process and deceleration process കാണിച്ചിട്ടുണ്ട്. And the limiting point is, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുക, ഇത് ഈ ലിമിറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്ലോ ആക്സിലറേഷൻ, സപ്പോസ് ദ ഫ്ലോ ദി ഫ്രിക്ഷൻ കോസസ് ദി ആക്സിലറേഷൻ. ആക്സിലറേഷൻ ആണെങ്കിൽ എന്താണ്? dP by P എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി വരണം. കാരണം when you accelerate, വെലോസിറ്റി കൂടും, പ്രഷർ കുറയും. സോ ദാറ്റ് dP will be negative. അപ്പൊ ഈ ഇക്വേഷനിൽ dP നെഗറ്റീവ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഓൺലി പോസിബിലിറ്റി നോക്കി, ഇവിടെ ഒരു നെഗറ്റീവ് ഓൾറെഡി ഉണ്ട്, ഗാമ എം സ്ക്വയർ പോസിറ്റീവ് ആണ്. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 1 minus ഗാമ എം സ്ക്വയറിന്റെ സൈൻ ആണ്, എന്താണോ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ dP by P യുടെ സൈൻ എന്ന് പറയുന്നത്. സോ ഇഫ് 1 minus gamma m square is positive, ഇത് പോസിറ്റീവ് ആണെങ്കിൽ dP by P will be negative. So that this m will be, അതിനാണ് നമുക്ക് കിട്ടുന്നത്. This gives
1 minus gamma m square is positive, so that the positive ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം gamma m square ചെറുതായിരിക്കണം, so that gamma m square will be less than 1 or n will be less than 1 by root of gamma. So that case 1 will give you the at the limiting point for acceleration we have m less than 1 by gamma. ഈ രണ്ടാമത്തെ കേസ് നോക്കുക, അതായത് 1 minus gamma m square, അതായത് ഡീസലറേഷൻ ആണെങ്കിൽ, suppose if it is deceleration, what you have is 1 minus gamma m square എന്തായിരിക്കും, dp by p എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡിസലറേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കുറയും, പ്രഷർ കൂടും. സോ dp by p പോസിറ്റീവ് ആയിരിക്കണം. സോ ഓൾറെഡി യു ഹാവ് വൺ നെഗറ്റീവ് സൈൻ ഹിയർ. സോ ദിസ് 1 minus gamma m square should also be negative. എന്നാൽ ആ രണ്ട് നെഗറ്റീവ് വരുന്നത് പോസിറ്റീവ് ആകത്തുള്ളൂ. സോ 1 minus gamma m square നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ gamma m square വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. സോ that will give you m greater than 1 by root of gamma. So that is the limiting case of isothermal flow. ഇത് ഈ ഡിഫറൻസ് ഓർത്ത് വയ്ക്കുക. ഐസോതെർമൽ ഫ്ലോയും ആനോ ഫ്ലോയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഈ പറയുന്ന കമ്പാരിസൺ ഒക്കെ നിങ്ങൾക്ക് പറയാം. Now you can also define the choking velocity. എന്താണ് choke? What do you mean by choking in fan flow? Choking എന്തായിരുന്നു fan flowന്? Hello. It was choking. Hello. Hello. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നിങ്ങൾ? Are you listening? Or nobody there? Hello. Sir, കേൾക്കാം sir. പറയൂ, what is choking? What is choking? ഞാനെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആരാ കേൾക്കാന്ന് പറഞ്ഞാരാ? ആരാ കേൾക്കാന്ന് പറഞ്ഞത്? Sir, ഞാൻ sir അഭിജിത്ത് എന്താ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ചോക്കിംഗ്. എന്താണ് ഓക്കെ, what is choking in fan flow? അത് നമുക്ക് സെയിം അപ്സ്ട്രീം കണ്ടീഷനിൽ ഒരു ലിമിറ്റിംഗ് കേസ് വരികയാണ്. നമുക്ക് ഔട്ട്ലെറ്റില് എന്തായിരുന്നു മാക് നമ്പർ 1 തന്നെ വരണം, പിന്നെ മാക്സിമം ഡക്ക് ലെങ്ത് അറ്റൈൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കണ്ടീഷൻ. Okay, the correspond we can say choking as the condition corresponding to unity Mach number of the duct axis, so that length is duct length, we can say it is maximum. So similar case you can say in the case of isothermal flow also. Isothermal flow ile limiting case പറയുന്നതാണ് Mach number is not 1, that limiting Mach number is 1 by root gamma. So corresponding to this limiting Mach number you can define the velocity. So what is this Mach number? Mach number is c by a. C L ഇവിടെ ഉദ്ദേശിക്കുന്ന ലിമിറ്റിംഗ് എന്നുള്ള മീനിങ് ആണ്. എല്ലാ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ലിമിറ്റിംഗ് Mach number ആണ്. So CL, limiting velocity by AL. So that will be equal to 1 by root gamma. And this velocity, choking velocity, CL, that will be equal to, if you cross multiply this, you will be getting this AL by root gamma. And what is this AL? AL എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റിംഗ് കേസിലുള്ള അതിന്റെ സോണിക് വെലോസിറ്റി. ആക്ച്വലി വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? സോറി, സോണിക് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ. In isothermal flow, static temperature is a constant, so that A is root gamma RT and gamma R T constant ആണെങ്കിൽ sonic velocity will be a constant. That means അതാണ് എഴുതിയിരിക്കുന്നത് P1 PL or AL, or we can say AL is same as A1. A1 എന്ന് പറയുന്നത് inlet line sonic velocity. So the choking velocity is that sonic velocity divided by root gamma. So this defines the
stopping velocity for isothermal process. Now this slide actually shows the parameter variation of different parameters in isothermal flow. Pressure already a diagram pressure actually for heating process, if it is heating, you can see the pressure is decreasing in this direction. Our diagram pressure decreases, density and velocity increases. That means flow gets accelerate, then Mach number increases, static temperature, stagnation temperature constant, stagnation temperature increases, and whereas stagnation pressure decreases due to friction. This diagram when you consider acceleration or heating direction down. So when you heat it, stagnation temperature will increase, Mach number will increase, similarly velocity of flow will increase. When you cool, heating and cooling, when the gas inside the pipeline exchange heat, gas the temperature higher temperature environment lower temperature there will be cooling of the gas. Gas is heat if the environment is at a higher temperature and the gas is at a lower temperature, there will be flow of heat from outside to inside, so that the gas will get heated. These are the cases. Heating and cooling process when you heat it, you can see those two different parameter variation and during heating and cooling are started here. Pressure decreases. At the same time, when you consider m greater than 1 by root gamma, it is cooling there, so the pressure will increase, so that the velocity will decrease. There will be deceleration. Mach number decreases, stagnation temperature decreases. Actually, it's a result of the derivation result. If you are able to increases for Mach number root of 2 by gamma plus 1, and for decreases the last part of stagnation pressure case, you have these two sub cases there for m less than root 2 by gamma plus 1 and m greater than root 2 gamma plus 1. Okay. Now we do problem attempt just the actual isothermal flow isothermal flow. In case if it is asked, skip ചെയ്ത് വിടേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഡാറ്റ ബുക്കിൽ രണ്ട് ഡിഫറെന്റ് കേസസ് അവിടെ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഫാനഫ്ലോയുടെ കേസ് എടുത്ത് ചെയ്യുമ്പോൾ തെറ്റി ടേബിൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഐസോതെർമൽ ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റേത് അവിടെ ഫാനഫ്ലോ നല്ല എഴുതിയിരിക്കുന്ന ടേബിളിന്റെ ടോപ്പിൽ അവിടെ അഡിയാബാറ്റിക് ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ എന്നാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ടേബിൾ മാറി യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. സോ യു നോട്ട് ഡൗൺ ദിസ് പ്രോബ്ലം. ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പറയുക.
No. Just ചെയ്ത് കഴിഞ്ഞു നമ്മുടെ Arjun. ID, sir. Okay. So you have here a constant area duct. അതിൽ isothermal flow case ആണ് പറഞ്ഞേക്കുന്നത്. The flow is isothermal. It's not adiabatic as in the previous case. So the flow is isothermal flow. Inlet conditions പറയുന്നുണ്ട്. Inlet conditions എന്താണ് പറഞ്ഞേക്കുന്നത് നമുക്ക്? Inletല് ductന്റെ inletലെ case പറഞ്ഞിട്ടുണ്ട്. The flow diameter isothermal at pipe inlet. You have static temperature 300 Kelvin, 3.5 bar pressure. So static conditions പറഞ്ഞിട്ടുണ്ട്. So P1 is 3.5 bar and P1 300 Kelvin. Then velocity 175 meter per second. So here C1. So if velocity, fluid velocity C1 is 175 meter per second. So and the question is to determine or calculate the length of the pipe required to choke the flow. The choking condition വരണമെങ്കിൽ isothermal fluid already ഇപ്പോൾ പറഞ്ഞു എന്താണ്? So if this is Lmax for isothermal flow, what will be the Mach number here? Limiting case is M equal to 1 by root gamma. ഇതാണ് limiting case isothermal flow. So gamma value it is air ആണ്, so you can take 1.4. Friction the case പറഞ്ഞിട്ടുണ്ട്. The friction is 0.005. The duct diameter is 0.5. 0.15 meter. So it is 0.15 meter. So first you calculate the Mach number at the inlet of the pipe. Inlet Mach number at inlet M1 equal to C1 by A1. So which will be C1 is 175 by A1, 1.4 to 87 to 300. Calculate and tell me. So Mach number, if you calculate it, you will get as 0.5. Calculate it, you will be getting this as 0.5. So you have two Mach numbers now. One at the inlet, which is calculated as 0.5, and for choking, you have the Mach number of the exit as 1 by root gamma. So when you write there, when the duct is chocked, M2 equal to what? M2 equal to 1 by root gamma. So you calculate this 1 by root 1.4.
എന്ന് പറയുന്നത് സെക്കൻഡ് ആൻഡ് എക്സിറ്റില്. ദിസ് ഇസ് യുവർ exit. Let us say this is exit. This is 1. This is 1 and this is 2. Exit Mach number value എത്ര നോക്കും? 1 by root gamma എന്ത് വരുന്നു? കിട്ടിയോ? എന്ത് വരും? ടോക്കിംഗ് ലിമിറ്റിംഗ് മാക് നമ്പർ എന്ത് വരും? 1 by root gamma എത്ര വരും? So now you refer the isothermal flow table. Isothermal table എടുക്കുക. Isothermal table gamma 1.4 വരുന്ന കേസ് എടുക്കുക. So now you refer isothermal flow table. ഫ്രിക്ഷൻ വരുന്ന കേസ്, അതായത് നമ്മുടെ ഫാൻ ഓഫ് ഫ്ലോയുടെ കേബിൾ അതിന് നെക്സ്റ്റ് ടേബിൾ കാണാൻ പറ്റും. So that you refer. So when you refer that one, you will be getting isothermal flow with table gamma, let us say gamma 1.4. So നമുക്ക് വേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഇതാ 4f by d L max എത്ര എന്നുള്ളത് കാണുക. 0.5 that m1 equal to 0.5. നമുക്ക് നോക്കിയിട്ടൊന്ന് പറയാമോ? 0.80. 0.807, right? So that is 0.807. So from that you calculate the L max value. F തന്നിട്ടുണ്ട്, diameter തന്നിട്ടുണ്ട്, right? So both are given. So now you can find out what is duct length. So the maximum duct length, that will be here L max. Yeah, 0.807 the 0.15 by F in the value on the 0.005. So this is the duct length needed to top. ഫാൻ ഓഫ് ഓയിൽ ആണെങ്കിൽ ഇന്നറ്റ് മാക് നമ്പർ എന്താണോ അതിൽ നിന്ന് യൂണിറ്റി മാക് നമ്പർ വരാനുള്ള ലെങ്ത് ആണ് മാക്സിമം ഡക്ട് ലെങ്ത് അല്ലെങ്കിൽ ടോക്കിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ ഐസോതെർമൽ ഫ്ലോ ടോക്കിംഗ് ലെങ്ത് ഓർ ദ മാക്സിമം ഡക്ട് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ദ ഡക്ട് ലെങ്ത് റിക്വയർഡ് ടു അറ്റൈൻ m2 equal to 1 by root gamma. So what is that L max you getting? L max ഇവിടെ കിട്ടിയത് 0.5 എന്നാണ് കിട്ടുന്നത്, 0.05. So you will be getting this as 6.05 meter. So this is the duct length for stocking in isothermal flow. So the first part. Second part പറഞ്ഞിരിക്കുന്നത് just to calculate the conditions അല്ലേ? Limiting velocity and pressure. കാണാമല്ലോ. Limiting velocity കാണാനായിട്ട് already m2 നിങ്ങൾ കാണുക. So m2 here is 1 by root gamma. എത്രയായിട്ട് 1 by root gamma എന്ന് പറയുന്നത്? 1 by root 1.4 എത്ര വരും? 0.845. 845. ഇത് കിട്ടിക്കഴിഞ്ഞാൽ കാണാമല്ലോ. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ലിമിറ്റിംഗ് വെലോസിറ്റി critical, that will be equal to 0.845 into root gamma RT.
ഇത് മാറ്റമല്ല, കാരണം സ്റ്റാറ്റിക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് ത്രൂ ഔട്ട്. സോ ദിസ് വാല്യൂ is same as whatever value you have calculated at the beginning. 0.845 into, this is 0.845 the root of 1.4 into 287 into ടെമ്പറേച്ചർ 300 തന്നെ. അതിൽ വ്യത്യാസമില്ല, കാരണം സ്റ്റാറ്റിക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. So this is T star. Then put this as T star. So that is T is constant in isothermal flow. So what you get now? Do it now. Do it now. Limiting velocity. The limiting velocity will be getting, what is it on the rising the 293.44. Will be getting 293.4 meter per second. 44 meter per second. Now you find out the pressure so P2 by P1. You can use this relation. P2 by P1 equal to M1 by M2. Equation stated in develop your equation. So that will give you this pressure as 2.07 bar. So we complete here. Then one more part is there, that also you can do. Another part in the duct length of the duct at the station where the Mach number is 0.6. അപ്പോൾ അത് കാണാനായിട്ട് ഡാറ്റ ബുക്കിൽ നിന്ന് ഒന്നുകൂടെ എടുക്കുക നിങ്ങൾ. ഒരു സപ്പോസ് യു ഹാവ് ദിസ് പ്രസന്റ് കേസ് എന്ന് പറയുന്നത് ഡക്ട് ലെങ്ത് ഇൻലെറ്റിലെ പോയിന്റ് മാക് നമ്പർ ഈസ് 0.5. അത് കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ഹിയർ ദ തേർഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് യു ഹാവ് ദിസ് മാക് നമ്പർ ഈക്വൽ ടു 0.6 വാട്ട് വിൽ ബി ദിസ് ഡക്ട് ലെങ്ത്. ഇത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഫാൻ ഓഫ് ഫ്ലോയിൽ ചെയ്ത പോലെ ചെയ്താൽ മതി. m equal to 0.5 value കാണുക. So from the isothermal table, you refer the isothermal table. So gamma 1.4 here, that m1 equal to 0.5, you read for f by d L max 1. So calculate here, you know. Then at m2 equal to 0.6, again you find out for f by d L max 2. So if you have these two, you can find length. So if L is the length, then 4f by dl will be 4f by dl max 1 minus 4f by dl max 2. Within the substitute here, so we will be getting length. Okay. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലമാണ്. ഇന്നലെ ഞാൻ ഇതേ പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ബട്ട് അഡയാബാറ്റിക് കേസ് വെച്ചിട്ട് ഐസോതെർമൽ കേസാണ്. ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. ഐസോതെർമൽ ആണെങ്കിൽ എന്താണ് പ്രോബ്ലത്തിൽ വരുന്ന ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയുള്ള പറയാനായിട്ട്. സോ വിത്ത് ദിസ് വി എൻഡ് ദി മൊഡ്യൂൾ 4. നെക്സ്റ്റ് day, tomorrow we'll start the Rayleigh flow. So if you have a doubt, you can ask.
Okay then, thank you very much.